ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ കഴിഞ്ഞ ദിവസം തൊട്ടുണ്ടെങ്കിൽ സിന്ധു കൃഷ്ണയ്ക്കെതിരെ കുറേയധികം സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവായിട്ട് വീഡിയോസും നെഗറ്റീവായിട്ട് അവർക്ക് കമൻസൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അവരവരെ അമ്മയെ നോക്കുന്നില്ല, അവരെ പോയി കാണുകയോ അവരുടെ കാര്യങ്ങൾ തിരക്കുകയൊന്നും ചെയ്യുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയ്ക്ക് ശേഷമാണ് ഇതേ കണക്ക് സംസാരവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. ഇങ്ങനെ സംസാരിക്കാനുണ്ടായ ആ ഒരു വീഡിയോയെക്കുറിച്ചും അതുപോലെ തന്നെ അതിന് ശേഷം എന്തൊക്കെ നടന്നു എന്നുള്ളൊരു കാര്യം, അതിനുശേഷം സെക്കൻഡ് പാർട്ടായിട്ട് ഇതിൻ്റെ ഒരു എന്താണ് സംഭവം എന്നുള്ള രീതിയിലൊരു വീഡിയോ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ചും ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കുന്നതായിരിക്കും. അതിനു മുമ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്തേക്കോ, അതുപോലെ തന്നെ ഹൈപ്പും ചെയ്തേക്കോ. എന്നാൽ മാത്രമേ ഇത് കൂടുതൽ പേരിലേക്ക് എത്തത്തുള്ളൂ. സോ ഒട്ടും വൈകാതെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുക. സോ ഫസ്റ്റ് കാര്യം എന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തൻവി സുധീർ ഘോഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു തൻവി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പെൺകുട്ടി സിന്ധു കൃഷ്ണയുടെ സഹോദരിയുടെ മോളാണ്. യൂട്യൂബിൽ വീഡിയോസൊക്കെ ഇടുന്ന ഒരു വ്യക്തി കൂടിയാണ്. കാനഡയിലായിരുന്നു കുറേ നാളായിട്ട്, കുറേ വർഷങ്ങളായിട്ട് ജീവിച്ചുകൊണ്ടിരുന്നത്. 2 മക്കളൊക്കെ ഉണ്ട്. ഈ ഒരു സിന്ധു കൃഷ്ണയുടെയും മക്കളുടെയൊക്കെ വ്ളോഗിൽ വന്ന് അതിലൂടെ വീഡിയോസൊക്കെ കണ്ടിട്ടാണ് ഈ ഒരു പെൺകുട്ടി അതിന് ശേഷം സ്വന്തമായിട്ട് വ്ളോഗൊക്കെ തുടങ്ങി വീഡിയോസൊക്കെ ഇടാൻ തുടങ്ങിയത്. അങ്ങനെ കുറേയധികം ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ആ ഒരു കാനഡയിലുള്ള പെൺകുട്ടി നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. മക്കളും ഭർത്താവുമായിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് കുറേയധികം പേര് ചോദിക്കുന്നുണ്ടായിരുന്നു, എന്തുകൊണ്ട് നിങ്ങളവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നു, അവിടെ കുറേയധികം ജോലിയും നല്ല ശമ്പളമൊക്കെ ഉണ്ടായിരുന്നതല്ലേ, പിന്നെ എന്താണ് പ്രശ്നം, നാട്ടിലേക്ക് വരാൻ എന്താണ് കാരണം എന്നുള്ള രീതിയിൽ വീഡിയോസിലൊക്കെ കമൻ്റായിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു. അതിന് മറുപടിയായിട്ടാണ് തൻവി ഒരു വീഡിയോ ഫസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞ് ഇട്ടിട്ടുണ്ടായിരുന്നു. എന്താണ് കാരണം എന്നുള്ളത്, മെയിനായിട്ടുള്ള കാരണം അമ്മൂമ്മയ്ക്ക് വേണ്ടിയാണ് നാട്ടിലേക്ക് വന്നേ എന്നുള്ളൊരു കാര്യം കൂടിയാണ് തൻവി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അമ്മൂമ്മ ഇവിടെ ഭയങ്കര ഒറ്റയ്ക്കാണ്, ഭയങ്കര ഡിപ്രഷനൊക്കെ ആയിട്ട് ഇരിക്കുവാണ്, BP ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ടായിരുന്നു. തന്നെ അമ്മൂമ്മ എപ്പോഴും വിളിക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് രാവിലെയും വൈകുന്നേരമൊക്കെ വിളിക്കുക, എന്നിട്ട് കരഞ്ഞൊക്കെയാണ് സംസാരിക്കാറ്. എനിക്ക് ആരുമില്ല, ഇവിടെ ഒറ്റയ്ക്കാണ്. കുറച്ച് നാളുകൾക്ക് മുമ്പായിരുന്നു ഈ ഒരു സിന്ധു കൃഷ്ണയുടെ അച്ഛൻ മരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു അമ്മ ഫുള്ളായിട്ട് ആ ഒരു വീട്ടിൽ ഒറ്റയ്ക്കാണ്. സിന്ധു കൃഷ്ണയൊക്കെ ഉണ്ടെങ്കിൽ ഇവരെ വീടിൻ്റെ അടുത്ത് തന്നെ വേറൊരു വീട്ടിലാണ് എല്ലാവരും ഫാമിലിയായിട്ട് താമസിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇതേ കണക്ക് തൻവി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആ അമ്മുമ്മ ഈ ഒരു തൻവിയായിട്ട് വീഡിയോ കോളിൽ സംസാരിക്കുന്നു, ഇതേ കണക്ക് ആരും ഇല്ലെന്നൊക്കെ പറയുന്ന ആ ഒരു വീഡിയോ ലേറ്റസ്റ്റ് ആയിട്ട് ഇട്ട വീഡിയോയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതോടെ കൂടി ഭയങ്കരമായിട്ടുള്ള രീതിയിൽ സിന്ധു കൃഷ്ണയ്ക്കെതിരെ നെഗറ്റീവ് കമൻസൊക്കെ വരാൻ തുടങ്ങി. ഈ ഒരു സ്വന്തം അമ്മ തൊട്ടടുത്തായിട്ടൊക്കെയാണ് താമസിക്കുന്നത്, എന്നിട്ട് പോലും അവരുടെ അടുത്ത് സംസാരിക്കാനും അവർ ഭയങ്കരമായിട്ട് BP ഒക്കെ കൂടി, അതുപോലെ തന്നെ ഡിപ്രഷനിലാണ് എന്നൊക്കെ ഉള്ളതാണ് കണ്ടാൽ മനസ്സിലാവുന്നത്. ഭയങ്കരമായിട്ട് കരഞ്ഞൊക്കെയാണ് ആ ഒരു അമ്മൂമ്മ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ആരുമില്ല, മോള് നാട്ടിലേക്ക് വാ എന്നുള്ള രീതിയിൽ തൻവി എടുത്ത് പറയുന്നത്. തൻവി എന്ന് പറയുന്നത് മകളുടെ മകളാണ്, കൊച്ചുമോളാണ്. അപ്പോഴത്തേനും കൊച്ചുമോളടുത്തേന് ഇങ്ങനെ പറയുമ്പോഴത്തേന് ഈ ഒരു മോളായിട്ടുള്ള സിന്ധു കൃഷ്ണയൊക്കെ എന്തുകൊണ്ട് ഈ ഒരു അമ്മയെ നോക്കുന്നില്ല എന്നുള്ള രീതിയിൽ കുറേയധികം പേര് കമൻസ് ഇടുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു സിന്ധു കൃഷ്ണയുടെ വ്ളോഗിലൊക്കെ പോയിട്ട് നേരത്തെ വ്ളോഗിൽ താഴെ പോയി കമൻറ്റൊക്കെ ഭയങ്കരമായിട്ടുള്ള രീതിയിൽ കമൻസൊക്കെ ഇടുന്നുണ്ടായിരുന്നു. നിങ്ങളൊക്കെ ഒരു മകളാണോ, ഇതേ കണക്ക് സ്വന്തം അമ്മയുടെ കാര്യമൊന്നും നോക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറേയധികം പേര് കമൻസൊക്കെ ഇടുന്നുണ്ടായിരുന്നു. ഇതിനു മുമ്പ് ഈ ഒരു സിന്ധു കൃഷ്ണയുടെ അച്ഛൻ ജീവിച്ചിരുന്ന സമയത്തുണ്ടെങ്കിൽ അച്ഛൻ്റെ കാര്യങ്ങൾ നോക്കുന്ന, ആശുപത്രിയിൽ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു, അതിൻ്റെ വ്ളോഗും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ടായിരുന്നു. ആ സമയത്തും അമ്മയുടെ കൂടെ ഒക്കെ എല്ലാം വീഡിയോസൊക്കെ ഇടുന്നുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം അച്ഛൻ മരിച്ചതിന് ശേഷം ഉണ്ടെങ്കിൽ, സിന്ധു കൃഷ്ണയുടെ അച്ഛൻ മരിച്ചതിന് ശേഷം ഈ ഒരു അമ്മയുമായിട്ടുള്ള വീഡിയോസോ കാര്യങ്ങളോ ഒന്നും തന്നെ അങ്ങനെ വലുതായിട്ട് പോസ്റ്റ് ചെയ്യുന്നതോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇതുകൂടി ഈ ഒരു സമയത്ത് ഭയങ്കരമായിട്ട് ചർച്ചാ വിഷയമായിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ എന്തുകൊണ്ട് ഇപ്പം അമ്മയെ പോയി കാണുന്നില്ല, നേരത്തെ ഉണ്ടെങ്കിൽ അച്ഛനുണ്ടായിരുന്ന സമയത്ത് പോയി കാണുകയും ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതും എല്ലാം വീഡിയോ ഒക്കെ കാണിക്കുമായിരുന്നല്ലോ, ഇപ്പം എന്താണ് പ്രശ്നം എന്നുള്ള രീതിയിലൊക്കെ കുറേയധികം പേര് നെഗറ്റീവായിട്ട് കമൻസൊക്കെ ഇടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കുറേയധികം ഫേക്കായിട്ടുള്ള ന്യൂസ്, യഥാർത്ഥമല്ലാത്ത, ഇതുവരെ അവർ തന്നെ പറയാത്ത കുറേയധികം ന്യൂസ് പരക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതേ കണക്ക് സിന്ധു കൃഷ്ണയുടെ അച്ഛനും അമ്മയും കൂടെ ഉണ്ടെങ്കിൽ സ്വത്തൊക്കെ ഈ ഒരു മൂത്ത മകളുടെ പേര് തൻവി എന്ന് പറഞ്ഞിട്ട് കൊച്ചുമോളുടെ പേരിൽ എഴുതി വെച്ച്, അതുകൊണ്ടാണ് ഇപ്പം ഈ ഒരു അമ്മയെ നോക്കാത്ത എന്നുള്ള രീതിയിലൊക്കെ കുറേയധികം വാർത്തയും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിലൊന്നും ഈ ഒരു സിന്ധു കൃഷ്ണയൊന്നും പ്രതികരിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഈ ഒരു കൊച്ചുമോളായിട്ടുള്ള തൻവിയുടെ കാര്യം പറയുകയാണെങ്കിൽ, തൻവി ഈ ഒരു ദിയ കൃഷ്ണ ഇവരെ കൂടെയൊക്കെ ആദ്യമേ വീഡിയോസിൽ വന്നതിന് ശേഷമൊക്കെയാണ് അവർ സ്വന്തമായിട്ട് യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ആ സമയത്തൊക്കെ ഒരു
മൂത്ത ഒരു മോനാണ്, അയാൻ എന്നാണ് പേര്. അപ്പോൾ ആ ഒരു കുട്ടി മാത്രമേ ഉള്ളായിരുന്നു. ഹസ്ബൻഡുമായിട്ടൊക്കെ പിരിഞ്ഞ് താമസിക്കുമായിരുന്നു. എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവർ തമ്മിൽ. കാനഡയിൽ എന്നെ ഡേ കെയറിലൊക്കെ നിന്ന് കുറേയധികം ആൾക്കാരെയൊക്കെ നോക്കി. അതിന് ശേഷം ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിയൊക്കെയാണ് ഇപ്പം അവിടെ നല്ലൊരു ജോലിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് വെച്ച് ഈ ഒരു ഭർത്താവുമായിട്ട് പിന്നെ ഒന്നിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. രണ്ടാമത് പ്രഗ്നൻ്റ് ആവുകയും കുട്ടി ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ടാണ് ജനിച്ചിട്ടുണ്ടായിരുന്നത്. കുറച്ച് മാസങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അവിടുത്തെ സിറ്റിസൺഷിപ്പൊക്കെ ഇങ്ങനെ എടുത്ത് നിന്ന സമയത്താണ് ഈ ഒരു കുട്ടി നാട്ടിലേക്ക് ഇപ്പോൾ ഇതെല്ലാം കളഞ്ഞിട്ട് വരുന്നുണ്ടായിരുന്നത്. അതും കൂടി ഇതിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പം എല്ലാവരും ചോദിക്കുക, എന്തുകൊണ്ട് ഇത്രയും നല്ല രീതിയിൽ അവിടെ നല്ലൊരു പൊസിഷനിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടി അവിടെ ചെന്നിട്ട് പോലും ഇപ്പം പെട്ടെന്ന് ഇങ്ങനെ നിർത്തിയിട്ട് അമ്മൂമ്മയ്ക്ക് വേണ്ടി മാത്രമാണോ വരുന്നത് എന്നുള്ള രീതിയിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഈ ഒരു തൻവി പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, എന്നെ ചെറുപ്പം തൊട്ട് നോക്കിയത് അപ്പൂപ്പനും അമ്മൂമ്മയും കൂടിയാണ്. ഞാൻ അവിടെ നിന്നാണ് വളർന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ അടുത്ത് അവർക്ക് വളരെ ഒരു പേഴ്സണലായിട്ട് ഭയങ്കര അറ്റാച്ച്മെൻറ്റും ഉണ്ട്. എനിക്കും തിരിച്ച് അതേ കണക്ക് തന്നെയാണുള്ളത്. എൻ്റെ അമ്മയൊക്കെക്കാൾ ഞാൻ കൂടുതലായിട്ട് സമയം സ്പെൻഡ് ചെയ്ത് ഇവരുടെ കൂടെ തന്നെയാണ് എന്നുള്ളൊരു കാര്യമൊക്കെ ആയിരുന്നു തൻവി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ തൻവിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് എടുത്ത്, അതായത് സിന്ധു കൃഷ്ണയുടെ സ്വന്തം സഹോദരിയുടെ മോളാണ്. അപ്പോൾ ഈ ഒരു സഹോദരിയായിട്ടുള്ള ഈ ഒരു തൻവിയുടെ അമ്മയും വേറെ കല്യാണമൊക്കെ കഴിച്ച ഒരു വ്യക്തി കൂടിയാണ്. ആ ഒരു സമയത്ത് ചെറുപ്പം തൊട്ടേ ഈ ഒരു തൻവി ഒരു അപ്പൂപ്പൻ്റെ അമ്മൂമ്മയുടെയും കൂടെയാണ്. അതുകൊണ്ട് തന്നെ വളരെ ഒരു ബോണ്ട് ഇവരെ കൂടെ തന്നെയാണ്. അതുകൊണ്ടാണ് ഈ ഒരു അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ തന്നെ എപ്പോഴും വിളിച്ചിങ്ങനെ നാട്ടിലേക്ക് വാ, കാനഡയുള്ള സമയത്തൊക്കെ ഇങ്ങോട്ട് വരാൻ എന്നുള്ള രീതിയിൽ പറയുമായിരുന്നു. അപ്പൂപ്പനൊക്കെ ഇതേ കണക്ക് മരിക്കുന്നതിന് തലേ ദിവസമൊക്കെ ഇതേ കണക്ക് വിളിച്ചിട്ട് പറയുമായിരുന്നു, നീ വാ, നാട്ടിലേക്ക് വാ എന്നൊക്കെ പറയുമായിരുന്നു. ആ സമയത്ത് താൻ ഇതേ കണക്ക് ഇവിടെ ഒന്ന് വീടൊക്കെ വാങ്ങണം എന്നുള്ള രീതിയിൽ പ്ലാൻ ഉണ്ടായിരുന്നു. പിന്നെ അപ്പൂപ്പനും അമ്മൂമ്മയും ഇങ്ങോട്ട് കൊണ്ടുവരണം, കാനഡയിലേക്ക് കൊണ്ടുവരണം എന്നുള്ള പ്ലാനൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ പറയുമായിരുന്നു, ഞാൻ വരാം, അതൊക്കെ സമയമുണ്ടല്ലോ എന്നുള്ള രീതിയിൽ പറയുമായിരുന്നു. അതിന് ശേഷം പിറ്റേ ദിവസമാണ് ഞാൻ അറിഞ്ഞത് അപ്പൂപ്പൻ ഇതേ കണക്ക് മരണപ്പെട്ടു എന്നുള്ളൊരു കാര്യം. അത് തനിക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കി എന്നുള്ളതും. അതിനുശേഷം അമ്മൂമ്മയ്ക്ക് എന്തെങ്കിലും വരുമോ എന്നുള്ളൊരു പേടിയാണ്. അമ്മൂമ്മ ഇതേ കണക്ക് വിളിച്ച് വിഷമിക്കുകയൊക്കെ ചെയ്യും. കരഞ്ഞിട്ടുണ്ടെങ്കിൽ സംസാരിക്കുമ്പോൾ തനിക്കും ഭയങ്കര വിഷമം വരാറുണ്ട്. അമ്മൂമ്മയ്ക്ക് BP ഒക്കെ കൂടി തനിക്കുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് അതിൽ സങ്കടം തോന്നിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പം നാട്ടിലേക്ക് വരാമെന്നുള്ള രീതിയിൽ പ്ലാൻ ഇട്ടത്. പൈസയൊക്കെ എന്ത് വേണമെങ്കിലും സമ്പാദിക്കാം, പക്ഷേ എന്ന് പറഞ്ഞാൽ നമുക്കിഷ്ടമുള്ളവർ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ അവസാന നിമിഷം നമ്മളവരെ കൂടിയില്ലെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നുള്ളതും തോന്നിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഭർത്താവിൻ്റെ അടുത്തൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അത് സമ്മതമാണ് എന്നുള്ള ഇത് കൊണ്ടാണ് ഇപ്പം നാട്ടിലേക്ക് വന്നത്. ഇവിടെ ഇപ്പം ഭർത്താവ് ഞങ്ങൾ ബിസിനസ്സും കാര്യങ്ങളൊക്കെ നോക്കുന്ന രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാനുണ്ടെങ്കിൽ ഇപ്പം മെറ്റേണിറ്റി ലീവ് എടുത്താണ് ഇപ്പം നാട്ടിലേക്ക് വന്നിട്ടുള്ളത്. ഇവിടെ വന്നിട്ട് ഇപ്പം മെയിനായിട്ടുള്ള ഒരു പ്ലാൻ അമ്മൂമ്മയായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക എന്നുള്ളൊരു കാര്യമുണ്ട്. അതിൻ്റെ കൂടെ തന്നെ എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിൽ ഒരാളെ നിർത്താൻ വേണ്ടി, എല്ലാം നോക്കുന്ന ഒരാളെ നിർത്താൻ വേണ്ടിയും കൂടി ഇവിടെ പ്ലാനുണ്ട്. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അദ്ദേഹത്തിന് ഇവിടെ നിർത്തിയിട്ടൊക്കെ ആരാണോ നിൽക്കാൻ റെഡി അവരെ നിർത്തിയിട്ട് ഞാൻ തിരിച്ച് ഈ ഒരു ലീവ് തീരുന്നതിന് മുമ്പ് പോകാൻ ശ്രമിക്കും. ഒരു പക്ഷേ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ നിൽക്കാം എന്നുള്ളൊരു പ്ലാൻ ആണ് എന്നുള്ള രീതിയിലാണ് ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതിന് ശേഷമാണ് ഈ ഒരു സിന്ധു കൃഷ്ണയ്ക്കും പിന്നെ അഹാന എല്ലാവർക്കും ആ ഒരു കുടുംബത്തിന് മൊത്തം നെഗറ്റീവ് വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഒരു സ്വന്തം അമ്മ അടുത്തുണ്ടായിട്ട് പോലും ഇതേ കണക്ക് ഒന്ന് പോയി കാണാനോ, അവർ ഇത്രയും ഡിപ്രഷനിലായിരുന്ന സമയത്ത് പോലും ഇങ്ങനെ കാണാൻ പറ്റാത്ത എന്ത് തരം മോളാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് എല്ലാവരും കമൻസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഇതൊക്കെ വന്നതിന് ശേഷം പഴയ കുറേയധികം വീഡിയോസൊക്കെ ഇങ്ങനെ കുത്തിപ്പൊങ്ങി വരുന്നുണ്ടായിരുന്നു. ഇതേ കണക്ക് അഹാനയൊക്കെ അപ്പൂപ്പ മരിച്ചതിന് ശേഷം തൻ്റെ വിഷമമൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് താഴെയും പോയി കമൻറ്റ് ഇടുന്നുണ്ടായിരുന്നു, ഇപ്പം ഇങ്ങനെയൊക്കെ നാടകം, പൈസയ്ക്ക് വേണ്ടി നാടകം കളിക്കുവാണ്, സ്വന്തം ഇപ്പം ജീവിച്ചിരിക്കുന്ന അമ്മൂമ്മയെ പോലും നോക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറേയധികം നെഗറ്റീവ് കമൻസും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പഴയ ഒരു വീഡിയോ ഇങ്ങനെ കുറച്ച് നാളുകൾക്ക് മുമ്പ് അഹാന ഇട്ട ഒരു വീഡിയോയിൽ ഇതേ കണക്ക് അഹാന പറയുന്നുണ്ടായിരുന്നു, അമ്മയായിട്ട്, അതായത് അമ്മയും അമ്മൂമ്മയും തമ്മിൽ ചെറിയൊരു പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതെല്ലാ കുടുംബത്തിലും ഉണ്ടാകുന്നില്ലേ, അതേ കണക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതും എടുത്ത് വെച്ചിട്ട് ഇതേ കണക്ക് ഈ ഒരു സിന്ധു കൃഷ്ണയ്ക്കെതിരെ നെഗറ്റീവായിട്ട് കുറേയധികം കമൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് 2 ദിവസമായിട്ട് ഇപ്പം ഭയങ്കര ചർച്ചയായതിന് ശേഷം ഈ ഒരു തൻവി, ഒരു കൊച്ചുമോളായിട്ടുള്ള തൻവി പാർട്ട് 2 എന്ന് പറഞ്ഞൊരു വീഡിയോയും കൂടി ഇട്ടിട്ടുണ്ട്. ഈ ഒരു വീഡിയോ ഇട്ട സമയത്ത് കുറേയധികം പേര് പറഞ്ഞത് ഇനിയിപ്പം സിന്ധു കൃഷ്ണയൊക്കെ ന്യായീകരിക്കാനുള്ളൊരു വീഡിയോ ആയിരിക്കും. കാരണം എന്ന് പറഞ്ഞാൽ ആദ്യ വീഡിയോ വന്നതിന് ശേഷം ഇവർക്കിതേക്ക് നെഗറ്റീവ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനെയൊക്കെ
ന്യായീകരിക്കാൻ വേണ്ടി അവർ തന്നെ ഈ ഒരു തൻവിയെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരിക്കും ഇത് കണക്കൊരു വീഡിയോ ചെയ്യ് എന്നുള്ള രീതിയിൽ അതിന് വേണ്ടി ചെയ്തതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു വീഡിയോയുടെ താഴെ വന്ന് കമൻസൊക്കെ ഇടുന്നുണ്ടായിരുന്നു. മറ്റു ചിലരാണെങ്കിൽ ഈ ഒരു തൻവിയുടെ അമ്മയ്ക്കും ഇതേ കണക്ക് ഉത്തരവാദിത്വമുണ്ട്, നിങ്ങൾ ഇതേ കണക്ക് നോക്കണ്ടേ, ഈ ഒരു സ്വന്തം അമ്മയെ നോക്കണ്ടേ, അവരും ഒന്നും ചെയ്യുന്നില്ല, കൊച്ചുമോൾ ആണോ അതൊക്കെ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ട് ഈ ഒരു സിന്ധു കൃഷ്ണയ്ക്കും പിന്നെ ഈ ഒരു തൻവിയുടെ അമ്മയ്ക്കും എല്ലാം നെഗറ്റീവ് കമൻസൊക്കെ വരുന്നുണ്ട്. എന്തായാലും തൻവി ഉണ്ടെങ്കിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇട്ട വീഡിയോയിൽ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ആദ്യമേ ഇട്ട വീഡിയോയിൽ പറഞ്ഞ ചില കാര്യങ്ങളുണ്ടെങ്കിൽ കുറേയധികം പേര് തെറ്റായിട്ട് എടുത്തേക്കുവാണ്. ഞാൻ അമ്മൂമ്മ ഇതേ കണക്ക് വീഡിയോയിൽ ആ ഒരു വീഡിയോ കോളിൽ സംസാരിച്ചപ്പോൾ ഇതേ കണക്ക് ആരുമില്ല അല്ലെങ്കിൽ ഡിപ്രഷനാണെന്നൊക്കെ പറഞ്ഞത് കുറേയധികം പേര് വിചാരിച്ച് സിന്ധു അമ്മ ഉണ്ടെങ്കിൽ ഇതേ കണക്ക് നോക്കുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ വിചാരിച്ചിട്ടുണ്ട്. അങ്ങനെയൊന്നുമില്ല, സിന്ധു അമ്മയൊക്കെ നോക്കുന്നുണ്ട്. പക്ഷേ എന്ന് പറഞ്ഞാൽ അമ്മൂമ്മയ്ക്ക് ചില കാര്യങ്ങളൊക്കെ ഭയങ്കര നിർബന്ധമാണ്. അപ്പം അത് ചില സമയത്ത് ഞാനും അമ്മൂമ്മയും തമ്മിൽ തന്നെ വഴക്കും കാര്യങ്ങളൊക്കെ വരാറുണ്ട്, അത് നോർമലായിട്ടാണ്. പക്ഷേ എന്ന് പറഞ്ഞാൽ ആ ഒരു വീഡിയോയിൽ ഇങ്ങനെ അമ്മൂമ്മയുണ്ടെങ്കിൽ എല്ലായിടത്തും പറയും ഇങ്ങനെ ഞാനും അമ്മൂമ്മയും ഭയങ്കര ബോണ്ടായിട്ടാണ്, അത് ഞാൻ ഇവരെ കൂടെ വളർന്നതുകൊണ്ട് തന്നെ അവർക്ക് എന്തും പറയാനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ തമ്മിൽ വളരെ ബോണ്ടാണ്, അതുകൊണ്ടാണ് എന്നെ വിളിക്കുമ്പോൾ ഇത് എനിക്ക് നോക്കാനൊന്നും ആളില്ല എന്ന് പറഞ്ഞതല്ല, അതൊരിക്കലും സിന്ധു അമ്മയൊന്നും നോക്കാതിരുന്നിട്ടൊന്നുമല്ല എന്നുള്ള രീതിയിൽ കൂടിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ ഒരു തൻവി. അതിനുശേഷം ഉണ്ടെങ്കിൽ തൻവി ഉണ്ടെങ്കിൽ ഈ ഒരു നാട്ടിലേക്ക് വന്നതിൻ്റെ കാരണത്തെക്കുറിച്ച് ആദ്യം ഒരു പാർട്ടിലിട്ട വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു. ഇതാണ് അമ്മൂമ്മയ്ക്ക് വേണ്ടിയും കൂടിയാണ് മെയിനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ തൻ്റെ മകന് വേണ്ടിയാണ് എന്നുള്ളൊരു കാര്യം കൂടിയാണ് തൻവി പറഞ്ഞിട്ടുള്ളത്. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ജനിച്ചതിന് ശേഷം കുറേയധികം പ്രശ്നങ്ങൾ, മെഡിക്കൽ ഇഷ്യൂസൊക്കെ അവനുണ്ടായിരുന്നു. കാനഡയിലെ മെഡിക്കൽ സിസ്റ്റം ആണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ അവിടെ എല്ലാം ഫ്രീ ആണ്, ഈ ഒരു മെഡിക്കൽ കാര്യങ്ങളെല്ലാം ഫ്രീ ആണ് എന്ന് പറഞ്ഞാലും ഇപ്പം നമുക്കൊരു പെട്ടെന്ന് എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ പോലും അപ്പോയിൻമെൻ്റ് എടുത്ത് 6-7 മാസം കഴിഞ്ഞൊക്കെയാണ് കിട്ടുന്നത്. അവർ അപ്പോയിൻമെൻറ്റ് തരുന്നത്, ചിലപ്പോൾ അപ്പോയിൻമെൻറ്റ് തന്നെന്ന് തന്നെ വരത്തില്ല. എല്ലാം മരുന്നെല്ലാം ഫ്രീ ആയിരിക്കും, അവിടുത്തെ ചികിത്സ എല്ലാം ഫ്രീ ആണ്. പക്ഷേ എന്നിരുന്നാൽ പോലും അവർക്ക് അവരെ കാണണമെങ്കിൽ പോലും 6-7 മാസമൊക്കെ വെയിറ്റ് ചെയ്യണം. എൻ്റെ മോനാണെങ്കിൽ ഒരു പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ട്, മെഡിക്കൽ ഇഷ്യൂ ഒക്കെ ഉണ്ട്. അതിന് വേണ്ടിയിട്ട് ചികിത്സിക്കുന്നതിൻ്റെയും പിന്നെ ചെക്കപ്പൊക്കെ നടത്തുന്നതിന് വേണ്ടി ഒരു അപ്പോയിൻമെൻറ്റ് എടുത്ത സമയത്ത് 2 വർഷത്തോളമൊക്കെ അതിന് വേണ്ടി കാത്തിരിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് അത് ശരിയാവത്തില്ല, അവൻ്റെ ചികിത്സകയാണ് കുറച്ചും കൂടി ബെറ്റർ ആവണം എന്നുള്ളത് കൊണ്ടാണ് ഇപ്പം നാട്ടിലേക്ക് വന്നത്. ഇതാണ് രണ്ടാമത്തെ മെയിനൊരു കാര്യം. ഹസ്ബൻഡ് അതുകൊണ്ടാണ് നാട്ടിലേക്ക് വന്നത്. ഇവിടെ ആകുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് അപ്പോയിൻമെൻറ്റ് കിട്ടിയ എല്ലാ കാര്യങ്ങളും മെഡിക്കലിലെ എല്ലാം നമുക്ക് സപ്പോർട്ട് കിട്ടും. പക്ഷേ അവിടെ ഉണ്ടെങ്കിൽ ഇത് കണക്ക് മെഡിക്കലിൻ്റെ കാര്യം ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവിടെ നമുക്കൊരു അപ്പോയിൻമെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ എപ്പം കിട്ടും എന്നൊന്നും അറിയത്തില്ല. സോ അതുകൊണ്ടാണ് താനുണ്ടെങ്കിൽ ഇപ്പോൾ നാട്ടിലേക്ക് വന്നേ എന്നുള്ള കാര്യം. അവൻ്റെ ചികിത്സയും കാര്യങ്ങളൊക്കെ ഇവിടെ നോക്കണം, അതിനുവേണ്ടി അപ്പോയിൻമെൻറ്റൊക്കെ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഇവനെ സ്കൂളിൽ ഇവിടെ ചേർത്തിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി ഒരു തൻവി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ രണ്ടാമത് തൻവി ഈ ഒരു വീഡിയോ ഇട്ടതിന് ശേഷമാണെങ്കിൽ പോലും സിന്ധു കൃഷ്ണയ്ക്കെതിരെ നെഗറ്റീവ് കമൻസൊക്കെ വരുന്നുണ്ടായിരുന്നു. എന്തെന്നൊക്കെ പറഞ്ഞാലും കൊച്ചുമോളാണ് താൻ നോക്കുന്നതിന് ഒരു പരിധിയുണ്ട്, സ്വന്തം മക്കളൊക്കെ അല്ലേ നോക്കണ്ടേ, അതും സിന്ധു കൃഷ്ണയൊക്കെ അടുത്തല്ലേ, അതുപോലെ തന്നെ തൻവിയുടെ അമ്മയ്ക്കും ഇതേ കണക്ക് നോക്കാനുള്ള ആ ഒരു കടമയുണ്ട്, അതുപോലും ചെയ്യാതാണ് ഇവർ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു സിന്ധു കൃഷ്ണയ്ക്കെതിരെയൊക്കെ കമൻസ് വരുന്നുണ്ടായിരുന്നു. പക്ഷേ തൻവി ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്, എനിക്കുണ്ടെങ്കിൽ എൻ്റെ അമ്മൂമ്മയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണം എന്ന് എൻ്റെ ഒരു ആഗ്രഹത്തിലാണ് ഞാൻ വന്നിട്ടുള്ളത്, ബാക്കിയുള്ളവരെ കുറ്റം പറയുക അങ്ങനെ ആരും നോക്കില്ല എന്നുള്ളതൊന്നുമല്ല, ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരമാണ് വന്നത് എന്നുള്ളത് കൂടി വീഡിയോയിൽ പ്രത്യേകിച്ച് പറയുന്നുണ്ടായിരുന്നു.